ഓം ചണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഉദ്ധവോപദേശം ആരംഭിച്ചത് നമ്മൾ കണ്ടു. ശ്രേയസ് എന്താണെന്ന് ഭഗവാൻ ഇനി പറയുകയാണ്. ഞാൻ എന്താണ് ശ്രേയസ് എന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറയാണ്, ഈ മനുഷ്യൻ ശ്രേയസ് എന്താണെന്ന് നോക്കിക്കാണാൻ കരുത്തുള്ളവനാണ്. എങ്ങനെ ആണ് കാണേണ്ടത്? പ്രത്യക്ഷാം അനുമാന പ്രമാണങ്ങൾ കൊണ്ടാണ് അത് അറിയേണ്ടത്. എന്താണ് ശ്രേയസ്, എന്താണ് പ്രേയസ് എന്നുള്ളത് തിരിച്ചറിവ് മനുഷ്യന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഗുണം ദോഷം തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിൽ എന്താണ് ശ്രേയസ്, എന്താണ് പ്രേയസ് എന്ന് തിരിച്ചറിയാൻ വിഷമമൊന്നുമില്ല. എന്തുണ്ടായിട്ട് നശിക്കുന്നോ കുറച്ചു കാലത്തേക്ക് പ്രത്യക്ഷമാകുന്നു, അത് നശിക്കുന്നതാണെങ്കിൽ അത് പ്രേയസാണ്. നമ്മുടെ ശരീരം വരെ പ്രേയസാണ്, കുറച്ചു കാലത്തെ നിലനിൽപ്പേ ഉള്ളൂ. നശിക്കാത്തത് എന്താ? നമ്മുടെ ഉള്ളിൽ അമൃതത്വം നൽകുന്ന ആ ജീവനകലയാണ് യഥാർത്ഥത്തിൽ നശിക്കാതെ നിൽക്കുന്നത്. എത്ര ശരീരപ്രാപ്തിയിൽ തുടർന്ന് നമ്മൾ ജനിക്കുകയും മരിക്കുകയും ചെയ്താലും വേണ്ടില്ല, ഒരിക്കലും നശിക്കാതെ നിൽക്കുന്നത് എന്തോ അത് ശ്രേയസ്സാണ്. ആ ശ്രേയസിനെ പറ്റി എന്താണെന്നാണ് യഥാർത്ഥത്തിൽ അറിയേണ്ടത്. അതാണ് വാസ്തവികമായ ജ്ഞാനം, പരാവിദ്യ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെ നോക്കിക്കാണാൻ കരുത്തുള്ള ബുദ്ധിയൊക്കെ വൈഭവമൊക്കെ മനുഷ്യന് ഭഗവാൻ നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്? അത് അറിഞ്ഞുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. പ്രത്യക്ഷ അനുമാന പ്രമാണങ്ങൾ കൊണ്ടാണ് അത് മനസ്സിലാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് മനുഷ്യന് വിശേഷ ബുദ്ധി നൽകിയിരിക്കുന്നതും. ജഗത്തിന്റെ നശ്വരതയും ബോധസത്യത്തിന്റെ സനാതനവും ഉറപ്പുവരുത്തുകയാണ് ശ്രേയസ്സിനുള്ള വ്യക്തമായ മാർഗം. എന്താണ് നശിക്കുന്നത്, എന്താണ് നശിക്കാത്തത്? കാലാകാലമായിട്ട് നിലനിൽക്കുന്നത് എന്തോ, സനാതനമായിട്ട് നിൽക്കുന്നത് എന്തോ, അതാണ് ശ്രേയസ്. അപ്പൊ അത് വ്യക്തമായ അറിയാനുള്ള മാർഗവും അതിനുള്ള വിശേഷ ബുദ്ധിയും ഒക്കെ മനുഷ്യന് നൽകിയിട്ടുണ്ട്. കണ്ണ് തുറന്ന് നോക്കി കാണുന്നയാൾക്ക് ജഡജഗത്തിന്റെ നശ്വരത പ്രത്യക്ഷമായിട്ട് കണ്ട് അനുഭവിക്കാവുന്നതാണ്. സൂര്യചന്ദ്രാദി സൗരയൂഥ ഘടകങ്ങൾ പോലും ശാരീരികമായിട്ട് സദാ ജീർണിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും തെളിഞ്ഞിട്ടുമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ളത് മുഴുവൻ ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര പോഷിപ്പിച്ചാലും ഒരിക്കൽ അതിന് നാശമുണ്ടെന്നർത്ഥം. അവനവന്റെ ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ കഥ നിമിഷം തോറും അനുഭവിച്ച് അറിയുന്നുമുണ്ട്. ഇനി തൻ്റെ കണ്ണിൽ പെടാത്ത വല്ല ദേഹാധാരികളും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും കഥ ഇതൊക്കെ തന്നെയാണ്. അത് ഊഹിച്ചറിയണം, അതിന് പ്രയാസമൊന്നുമില്ല. അവനവന്റെ വ്യക്തിത്വത്തെ തന്നെ ഒന്ന് വിശകലനം ചെയ്താലാണ് ഈ ബോധസത്യത്തിന്റെ അനുഭവം ഉണ്ടാകുള്ളൂ. അപ്പൊ സനാതനത്വവും പ്രത്യക്ഷമായിട്ട് കണ്ടറിയാവുന്നതേ ഉള്ളൂ. അനുഭവങ്ങൾ എങ്ങനെയൊക്കെ മാറി വന്നാലും അനുഭവിക്കുന്ന ബോധം ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നതായിട്ട് കാണാൻ എന്താണ് പ്രയാസം? ജനിച്ച ഞാൻ തന്നെ മരിക്കാൻ പോകുന്നു എന്നാണല്ലോ എല്ലാവരുടെയും അനുഭവം. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഞാൻ എന്ന ബോധത്തിന് മാറ്റമില്ലെങ്കിൽ ജനനത്തിന് മുൻപും മരണത്തിന് ശേഷവും അതിന് യാതൊരു മാറ്റവും സാധ്യമല്ല എന്ന് ഊഹിക്കെങ്കിലും വേണം. ബോധം ഒരു വ്യക്തിയിൽ മാറ്റമില്ലാതെ തുടരുന്നുവെങ്കിൽ എല്ലാ വ്യക്തികളിലും സ്ഥിതി അത് തന്നെ ആകും. ഇത് തന്നെ എന്നും ഊഹിക്കാം. മാറ്റമില്ലാത്ത ബോധത്തെ രാഗദ്വേഷ മറ മാറ്റി കാണുന്നതായാൽ അത് തന്നെയാണ് പൂർണ്ണ സത്യാനുഭവം. ചിന്തിച്ചറിയാൻ പ്രയാസമൊന്നുമില്ല. ഞാൻ ഈ നിലയിൽ വിചാരിച്ച് ശീലനായിരിക്കുന്ന മനുഷ്യന് സ്വയം അവനെ സമുദ്രിക്കാൻ കഴിയും. ആത്മസാക്ഷാത്കാരത്തിന് അനുഭവസമ്പന്നമായ ഗുരുവിന്റെ സഹായം വിലപ്പെട്ടത് തന്നെയാണ്. എന്നാൽ ഗുരുവിനെ കൂടാതെ ആത്മാനുഭവം സാധ്യമേ അല്ല എന്ന ചിലരുടെ വാദം ഇവിടെ ഭഗവാൻ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ചെയ്യുക. ഇത് സ്വയം അനുഭവിച്ചറിയണമെന്നാ പറയണേ. നമുക്കിപ്പോൾ ഊഹാപോഹങ്ങളിലും നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടാലും ഇന്നലെ ഉണ്ടായത് നശിക്കുന്നു, നശിച്ചാലും പിന്നെയും വേറെ ശരീരമെടുത്ത് വരുന്നു എന്നൊക്കെ യുക്തിസഹജമായിട്ട് ഊഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ മറ്റ് ജീവജാലങ്ങളിലെ ഒക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, എന്തുണ്ടായിട്ട് നശിക്കുന്നോ
ആ നശിക്കുന്ന മറ്റു ജീവിത പട്ടി പൂച്ചയോ സസ്യലതാദികളോ ഒക്കെ ഇല്ലാതിരുന്നു, ഉണ്ടാകുന്നു, മുളച്ചു വരുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, അത് നശിക്കുന്നു. എന്തുണ്ടായിട്ട് നശിക്കുന്നോ അതൊക്കെ പ്രയാസമാണ്. എന്നാൽ നശിക്കാതെ ഈ മാറ്റങ്ങൾക്ക് വിധേയമല്ലാതെ നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ഈ സൃഷ്ടിയുടെ വ്യവഹാരം തന്നെ അവസ്ഥാത്രയം സംഭവിക്കുന്നത്. അത് ഊഹിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് പ്രമാണം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷമല്ല. എന്നാൽ നമ്മുടെ ശരീരം തന്നെ ഈ ഇന്നലെ ഇല്ലാതിരുന്നു, ഇന്നുണ്ടായി, കുറച്ചു കാലം നിലനിൽക്കുന്നു, നാളെ ഇല്ലാതാകുന്നു. അപ്പോഴും നശിക്കാതെ നിൽക്കുന്നത് എന്തോ അതാണ് സനാതനം, അതാണ് ശ്രേയസ്. അപ്പൊ ആ ശ്രേയസ് എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ അത് ശരീരത്തിലൂടെ തന്നെ സാക്ഷാത്കരിക്കണം. മറ്റൊരു പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്തേക്ക് പോയാൽ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, ഉദ്ധവരെ, മനുഷ്യനിൽ വ്യക്തമായി സ്ഫുരിക്കുന്ന ഞാൻ എന്ന ബോധത്തെ രാഗദ്വേഷ മറമാറ്റി ശുദ്ധമാക്കി പൂർണ്ണമായി അനുഭവിക്കുന്നത് തന്നെയാണ് ആത്മാനുഭവം എന്ന് പറയുന്നത്. അഹമാത്മാ ഗൂഢാകേശ എന്ന് ഭഗവാൻ ശ്രേഷ്ഠമായ ഗീതാ ഉപദേശമായിട്ട് പറയുന്നുണ്ട്. ശ്രേഷ്ഠമായ പദം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ രഹസ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാ. ഈ ബാഹ്യമായിട്ടുള്ളത് അത് ശരിക്കും അങ്ങ് ബോധ്യം വന്നു കഴിഞ്ഞാൽ, അതിനു വേണ്ടിയിട്ട് ഈ തത്രപ്പാടൊക്കെ, അത് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഓട്ടവും പാച്ചിലും ഒന്നും വേണ്ട, അതിനൊക്കെ ഉപേക്ഷിക്കാം എന്നാണ് ഉത്തരഗീത നമ്മളെ പഠിപ്പിച്ചത്. ഗ്രന്ഥമായിക്കോട്ടെ, വിഗ്രഹാരാധികളായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ അതിന് ഉപാധിയായി സ്വീകരിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ അതിക്രമിക്കണം. അപ്പോഴേ പരമമായതിനെ അറിയാൻ സാധിക്കും. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരത്തെ തന്നെ മാധ്യമമായിട്ട് എടുക്കണം. ശരീരമാധ്യം കലു ധർമ്മസാധനം. നമ്മൾ പുറത്ത് ഒന്നിനെ തേടി നടക്കേണ്ട ആവശ്യം ശരീരത്തിലാണ്. നമ്മളൊരു ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രദർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലാണ് ബിംബം ഇരിക്കണതെന്ന് മനസ്സിലാക്കണം. പുറത്ത് പ്രതിബിംബമാണ്. പക്ഷെ എത്ര നടന്നാലും, ജീവിതകാലം മുഴുവൻ നടന്നാലും അതും കൊണ്ട് ബോധ്യം വരില്ല. അപ്പം നമുക്ക് ഈ ഉപാധികളൊന്നും ആവശ്യമില്ല. ഒരു തലത്തിലേക്ക് എത്തണം. അല്ലാതെ സാധാരണക്കാരോട് ഇത് പറഞ്ഞാൽ അതൊക്കെ അജ്ഞതയായിട്ടേ പറയൂ, ഇല്ലേ ഭ്രമമായിട്ടേ പറയൂ. അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണം. അതാണ്, അപ്പോഴേ ഇതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇപ്പൊ എത്ര പറഞ്ഞാലും, ക്ഷേത്രത്തിൽ പോകണ്ടെന്ന് പറഞ്ഞാലോ, ഇല്ലേ ക്ഷേത്രം വിഗ്രഹാരാധനയൊക്കെ ഇതൊക്കെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ അവബോധത്തിൽ ഇതൊക്കെ ആവശ്യമില്ല എന്ന് തോന്നാം. ആവശ്യമില്ല എന്നൊരവസ്ഥയുണ്ട്. പക്ഷെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം. നശിക്കാത്തത് എന്താണ്, ശ്രേയസ് എന്താണ്, അതാണ് വിശേഷ ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ വിഗ്രഹം വെച്ച് പൂജിക്കുന്നതിന്റെ വിശേഷാൽ ഗ്രഹ്യതേതി വിഗ്രഹ എന്നാണ്. വിഗ്രഹത്തിന്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യം എന്താ? വിശേഷമായിട്ട് എന്തിനെ പറ്റി അറിയുന്നോ അത് അറിയുന്നതിനാണ് ഉപാധി. പക്ഷെ നമ്മളിങ്ങനെ പ്രേയസ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും ഒരു ക്ഷേത്രത്തിൽ പോയാലും വിശേഷ ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുന്ന യാതൊരു പ്രക്രിയ അവിടെ ഉണ്ടാകില്ല. കാരണം അതുണ്ടായാൽ ക്ഷേത്രം പൂട്ടിപ്പോകും. അത് ശരിക്കും കൊണ്ട് എല്ലാവർക്കും വരുന്നവരെയൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രം ഫാക്ടറി ആയിട്ട് ബിസിനസ് ആയിട്ട് നടത്തിക്കൊണ്ട് നടക്കുന്നവർക്ക് ഒരിക്കലും അത് സമ്പന്നതയിലേക്ക് പോകില്ല. കാരണം യാഥാർത്ഥ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുമല്ലോ നമുക്ക് തന്നെ, നമുക്ക് ബോധ്യം വരും. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത് ഗുരുവിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ, നമ്മുടെ തന്നെ ആത്മാവ് നിങ്ങളുടെ ഗുരുവാണ്. അതാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. പ്രാണൻ തന്നെയാണ് ഗുരു. അത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്. അത് നിലനിർത്തുന്നത് ഈ വന്നു പോകുന്ന പ്രാണനാണ്. അത് പഞ്ചപ്രാണനെ പറ്റിയൊക്കെ പറഞ്ഞു, നമ്മൾ ഉത്തരഗീതയിൽ പറഞ്ഞു. നമ്മൾ ഒരു ശ്വാസം എടുത്താൽ തന്നെ അത് ശുദ്ധം അപാനവായുവിന്റെ പ്രേരണ കൊണ്ടാണ്, ആ ശക്തിയാണ് നമ്മളെ ശ്വാസം എടുപ്പിക്കുന്നത്. അത് അകത്തു പോയാൽ ശ്വാസകോശത്തിൽ ശുദ്ധീകരിച്ചാൽ അത് അഞ്ചായിട്ട് തിരിഞ്ഞ് ശരീരത്തെ പോഷിപ്പിക്കുന്ന ഈ പറയുന്ന കലകളിലൂടെ അമൃതകലയുടെ ശക്തിയെ എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളും രോമകൂപങ്ങളിലും എത്തിക്കുന്നതും അതിനെ നിലനിർത്തുന്നതും ഈ ഒരു ശക്തിയാണ്. അതിനെപ്പറ്റിയുള്ള വിശേഷ ജ്ഞാനമാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരസം യതേന്ദ്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രക്രിയകൾ തന്നെ നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കണം എന്നാണ്. സാക്ഷിഭാവത്തിൽ പുറത്തൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പുറത്തു പോകുന്നതാണ് ഏറ്റവും വലിയ സങ്കല്പ വികല്പത്തിലേക്ക് പോകുന്നത്. പിന്നെ ഉപാധി എന്തെങ്കിലും സ്വീകരിച്ചാൽ നമുക്കത് ആവശ്യമില്ലെന്ന് തോന്നിയാലും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപാധി വെച്ചിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഞാനും പൂർണ്ണമായിട്ട് വിഗ്രഹമോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആ പൂജാതി കർമ്മങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, നമ്മുടേതായിട്ട് എന്താ ഉള്ളത് ഉപേക്ഷിക്കാൻ?
പിന്നെന്താ, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവർക്ക് ഈശ്വരൻ ഉണ്ടോ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാലൊന്നും എല്ലാവർക്കും അങ്ങോട്ട് ബോധ്യം വരില്ല. ഒരു വിഗ്രഹം വെച്ച് അവിടെ ഒരു വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുമ്പോഴെങ്കിലും ഈശ്വരീയ ഭാവം നമുക്ക് വരും. ഒരു കുട്ടിക്കാണെങ്കിലും ഇവിടെ ഇതാണ് ഈശ്വരൻ, ഇല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പറയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ, അറിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ, അത് ശീലം കൊണ്ട് ഒരു സംസ്കാരം, ഈശ്വരന്റെ മുമ്പിൽ ഒരു നിമിഷം തലകുനിക്കണം, ഇല്ലേ വണങ്ങണം, നമസ്കരിക്കണം എന്നൊരു തോന്നലുണ്ടാകണമെങ്കിൽ ആ ഉപാധി അവിടെ വേണം. അല്ലാതെ എല്ലായിടത്തും ഈശ്വരനുണ്ട് എന്ന ബ്രഹ്മജ്ഞാനി ആയിരിക്കുന്നവർക്ക് സമദർശനം ഉള്ളതുപോലെ ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തത് കൊണ്ട് ഈ ഉപാധി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിക്കാതെ തന്നെ പലർക്കും ഈ സനാതന ധർമ്മത്തിന്റെ അവബോധമൊന്നുമില്ല. എല്ലാവരും പ്രേയസിന്റെ പിന്നാലെയാണ്. ഭഗവാനെ വെച്ച് പൂജിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രത്യക്ഷമാണ്, പ്രകടന ഭക്തിയാണ്, അതിൽ നിന്ന് പ്രേയസാണ് കിട്ടുക. ശ്രേയസിന് വേണ്ടിയിട്ട് വിരലിൽ എണ്ണാവുന്നവർ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ സത്യം മനസ്സിലാക്കിയാൽ പോലും പിന്നെ നമ്മുടെ അവബോധം ഇവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ദൃശ്യപ്രപഞ്ചത്തില് ഈ പ്രേയസിന് വേണ്ടിയിട്ടുള്ള മായയിൽപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ചേരും. അപ്പൊ സംഘദോഷം, സമ്പർക്കദോഷം, പിന്നെ മായയിൽ പെടും. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് ദിവസവും കേട്ടാലും വേണ്ടില്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മായയിലാണ് വിടുക. ഞാനും നിങ്ങളൊക്കെ എങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നത്. ഭഗവാൻ തുടർന്ന് ഉദ്ധവരോട് പറഞ്ഞു, മനുഷ്യരിൽ വ്യക്തമായി സ്ഫുരിക്കുന്ന ഞാൻ എന്ന ബോധത്തെ രാഗദ്വേഷ മറ മാറ്റി ശുദ്ധമാക്കി പൂർണ്ണമായിട്ട് അനുഭവിക്കുന്നത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം. അത് തന്നെയാണ് ആത്മാനുഭവം എന്ന് പറയുന്നത്. മറ മാറുന്നതോടെ ആ ബോധം സർവജ്ഞവും സർവശക്തവുമായ ബ്രഹ്മം തന്നെയാണെന്ന് തെളിയും, അനുഭവത്തിലൂടെ തെളിയും. മനുഷ്യബോധത്തിന് പ്രത്യേകിച്ചും ഈ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇൻഡിവിജ്വലി മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടോ, സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഏത് ജാതി മതമോ ഒന്നും ഭഗവാൻ സൃഷ്ടിച്ചതൊന്നുമല്ല. മനുഷ്യനാണോ അവൻ ഇത് കഴിയുന്ന ഭഗവാൻ പറഞ്ഞത്. ഈ അണ്ടർലൈൻ ചെയ്ത് ഇതൊക്കെ, ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, മറക്കാതിരിക്കണം. ഇത് എഴുതി വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. എഴുതി വെച്ചാലൊക്കെ മറന്നു പോകും. ഗ്രഹിച്ച് കേട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉറയ്ക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ, പ്രത്യേകിച്ചും ഈ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇക്കാര്യത്തിൽ സത്യദർശികൾ യുക്തിയുക്തങ്ങളായിട്ട് വ്യക്തമായ മാർഗം തെളിയിച്ചും തന്നിട്ടുണ്ട്. അപ്പൊ സത്വദർശികളായിട്ടുള്ള മഹാത്മാക്കൾ നമുക്ക് ഈ മാർഗമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അവര് സാക്ഷാത്കാരം നേടിയിട്ടാണ് ആ മാർഗം എന്താണെന്ന് വ്യക്തമായി നമുക്ക് അവർക്ക് അനുഭവത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാനും എൻ്റെ അനുഭവത്തിലൂടെ കേട്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്തും പറയുന്നത്. അപ്പൊ അങ്ങനെ കഴിവുള്ളവർ ഈ മനുഷ്യലോകത്തുണ്ട്. അത് പ്രയോജനപ്പെടുത്താനും മനുഷ്യന് കഴിയുകയും ചെയ്യും. മറ്റുള്ളവർക്ക് ഇതൊന്നും കഴിവില്ല എന്ന് വിചാരിച്ചിരിക്കണ്ട. നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേട്ട് എഴുതി വെച്ചാലോ പുസ്തകജ്ഞാനം കൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ എത്ര നോക്കിയാലും, എത്ര കാലമായി വായിക്കാനും ഈ പാരായണമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും നമ്മൾ ആ ബോധതലത്തിൽ ഈ ശ്രേയമാർഗത്തിലേക്ക് തെളിഞ്ഞു വരുന്നില്ല. എന്താ കാരണം? നമ്മൾ ഈ ഭൗതികമായിട്ട് ഉള്ള കെട്ടുപാടിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ കേട്ട ആവർത്തന വിധേയമായിട്ട് കേട്ട് തന്നെ വേണം ഉറക്കാൻ. അതാണ് ഭക്തിയുടെ ആദ്യത്തെ പടി, ശ്രവണം എന്ന് പറയാൻ തന്നെ കാരണം. അത് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞവരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് പല പ്രാവശ്യം കേട്ട് നവമായിട്ട് കേൾക്കണം. കേട്ട് നമുക്കത് താല്പര്യമില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോറടിക്കും. ബോറടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കേട്ട് മടുത്തു എന്ന് പറയും. ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് തോന്നും. ബോറടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകാത്തതുകൊണ്ടാണ് ബോറടിക്കുക. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ബോറടിക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള കഴിവൊക്കെ മനുഷ്യന് നൽകിയിട്ടുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. അത് പ്രയോജനപ്പെടുത്താനും കഴിയും. അതിനുള്ള ബുദ്ധിയും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ അതനുസരിച്ച് നമ്മുടെ ശരീരത്തെ പോലും ഭഗവാൻ കടഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടുള്ള ശരീരം കടഞ്ഞെടുത്ത് തന്നിരിക്കുക. അതുകൊണ്ട് ആ യുക്തിസഹജമായിട്ട് വിചാരം ചെയ്ത് അതിനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്വഭാവ, ഓരോ ഇഷ്ടാനിഷ്ടങ്ങളാ. അതുകൊണ്ട് യുക്തിസഹജമായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ. ഒരാൾ ചെയ്ത് അതേപടി ആവർത്തന വിധേയമായിട്ട് അനുകരിച്ചാൽ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല.
നമ്മളൊരു കോമൺ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സാധന ഒരേപോലെ ആയിട്ട് മാറും. നമ്മുടെ ചിന്ത ഒന്നായി മാറും, കാഴ്ചപ്പാടുകൾ ഒന്നായിട്ട് മാറും, ഊഹാഭോഗങ്ങൾ പോലും തോന്നലുകളും ഒക്കെ ഒന്നായി മാറും. അത് നമ്മൾ ആ സാധനാ ബലത്താൽ ആ ഏകഭാവത്തിലേക്ക് എത്തുമ്പോൾ സമദർശനം വരുമ്പോഴാണ് ഈ നമ്മുടെയൊക്കെ ഭാവനയും കാഴ്ചപ്പാടുകളും ഒന്നായിട്ട് മാറും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഒരാളും ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ അതിലൊക്കെ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ പ്രബുദ്ധത കൂടിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ എന്തെങ്കിലും ചെയ്യണ കണ്ടാലോ പറയണ കേട്ടാലോ അതിൽ ആദ്യം നെഗറ്റീവ് പൊങ്ങി വരും. ആ വിദ്യാദി ദോഷങ്ങളെ കൊണ്ട് ആദ്യം നെഗറ്റീവ് പൊങ്ങി വരും. അത് ആ വസ്തുജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് കുഴപ്പം. പിന്നെ അത് പറയുമ്പോൾ തന്നെ അവരുടെ ബുദ്ധി സാമർഥ്യം ഞാനിത് കണ്ടുപിടിച്ച് പറഞ്ഞേന്ന് പറയും. മേൽപ്പത്തൂരിന്റെ പൂന്താനത്തെ കണ്ടിട്ട് ഇല്ലെങ്കിൽ ജപിക്കണ കേട്ടിട്ടുണ്ടായതുപോലെ. അത് ഈ പാണ്ഡിത്യം കൂടിയാൽ അഹങ്കാരം ഉണ്ടാവും. അപ്പൊ മറ്റൊരാൾ ജപിക്കണ കേട്ടാലും അവിടെ എന്താ തെറ്റെന്ന് ശ്രദ്ധിക്കുക എന്നൊരു ഭാവം ഉണ്ടല്ലോ. എന്നിട്ട് ആ ബുദ്ധി സാമർഥ്യം വെളിപ്പെടുത്തും. നിങ്ങൾ ജയിക്കുന്നതൊക്കെ തെറ്റാന്ന് പറയും. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന്തയുടെ മറവ് കൊണ്ട് സംഭവിക്കുന്ന അത്. അപ്പൊ അതുകൊണ്ട് ഈ കഴിവിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം. അത് ആത്മബോധത്തിൽ കണ്ടാലേ ഈ സമാന ഭാവത്തിലേക്ക്, അഥവാ മറ്റൊരാൾ എന്തെങ്കിലും ചെയ്യണ കണ്ടാലും സത്കർമ്മങ്ങളാണ് ചെയ്യുന്നത്, നിഷ്കളങ്കമായിട്ട് ശുദ്ധ മനസ്സോടെയാണ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് കാണരുത്. അവർക്ക് അറിയാതെയോ ഇല്ല തെറ്റാണ് ജപിക്കുന്നത്, തെറ്റാണ് ചെയ്യുന്നതെന്ന് കണ്ടാലും അവിടെ നമുക്ക് അവർക്ക് ഇന്റർഫെയർ ചെയ്യാൻ പാടില്ല. പക്ഷെ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ മനുഷ്യബോധത്തിന് പ്രത്യേകിച്ചും ഒരു കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇക്കാര്യത്തിൽ സത്യദർശികൾ യുക്തിയുക്തമായിട്ട് വ്യക്തമായ മാർഗം തെളിയിച്ചും തന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇത് അനുസരിച്ച് പ്രവർത്തിച്ച് പ്രയോജനപ്പെടുത്തി ജീവിതലാഭം നേടിയ മഹാത്മാക്കൾ ഭാരതവർഷത്തിൽ തന്നെയുണ്ട്. ഈ വിഷയത്തിൽ ദൃഷ്ടാന്തമായിട്ട് ഞാൻ ഒരു അവധൂതന്റെയും പ്രഭാവശാലിയായിരിക്കുന്ന യദു ചക്രവർത്തിയുടെയും സംവാദം ഞാൻ കേൾപ്പിച്ചു തരാമെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഉദാഹരണ സഹിതം ഈ സാക്ഷാത്കാരം നേടിയവരുടെ കഥയും കൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് അതിൽ ഉറച്ചൊരു വിശ്വാസം ഉണ്ടാകുക. അപ്പോഴാണ് നമ്മൾ ആ ഒരു മാർഗത്തിലേക്ക് താല്പര്യത്തോടു കൂടി ബോറടിക്കാതെ ആ ഒരു മാർഗത്തിലേക്ക് തിരിയും. അതുകൊണ്ടാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് ആ അവധൂതനും യദു ചക്രവർത്തിയും തമ്മിലുള്ള ഒരു സംവാദത്തെ പറയാമെന്ന് പറയാണ്. അപ്പം മനുഷ്യന് തന്നെ ഈ പരമമായത് ഇൻഡിവിജ്വലി തന്നെ പ്രതിബോധത്തിലേക്ക് എത്തിച്ച് ഞാൻ എന്നുള്ള ബോധമാണ് ആത്മബോധം. ആ ബോധതലത്തിൽ നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ മാത്രമേ ഞാൻ ഉണ്ടെന്നുള്ള ബോധം ഉണ്ടാകുള്ളൂ. ആ ബോധമില്ലെങ്കിൽ ഞാനുമില്ല, എൻ്റേതുമില്ല, ഒന്നുമില്ല. ആ ഒരു പ്രയോജനത്തിലേക്ക്, ജീവിത ലാഭത്തിലേക്ക് നമുക്ക് യുക്തിവിചാരം ചെയ്തെത്താൻ സാധിക്കണം. അതിനുള്ള കഴിവൊക്കെ മനുഷ്യബോധത്തിന് പ്രത്യേകിച്ചും കഴിവ് നൽകിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ പ്രയോജനപ്പെടുന്ന തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരുടെ ഉപദേശമൊക്കെ കേട്ടിട്ട് ആ മാർഗത്തിൽ ചരിച്ച് പരമമായതിലേക്ക് എത്തിയ മഹാത്മാവായിരുന്നു യദു ചക്രവർത്തി. അതിന് അദ്ദേഹത്തെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിച്ച ഒരു അവധൂതൻ ഉണ്ടായിരുന്നു. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവധൂത ഗീത ഇല്ലേ ആ ഒരു കഥ ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ അവധൂത യദു സംവാദ ആഖ്യാനം ആരംഭിച്ചു. ഒരിക്കൽ യദു ചക്രവർത്തി യുവാവായിരിക്കുന്ന ഒരു അവധൂതനെ കാണാനിടയായി. ഒരു ഭയവുമില്ലാതെ തേജോമയനായിട്ട് ചുറ്റി നടക്കുന്ന ആ യുവാവിനോട് സത്യാന്വേഷിയായിരിക്കുന്ന ചക്രവർത്തി ചോദിച്ചു, അല്ലയോ ബ്രാഹ്മണ, അങ്ങക്ക് ഈ തെളിഞ്ഞ ബുദ്ധി എവിടെ നിന്ന് കിട്ടി? മായാമയമായിരിക്കുന്ന ഈ ലോകത്ത് ഒരു കൊച്ചുകുട്ടിയെ പോലെ അങ്ങ് നിശ്ചിന്തനായിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നുണ്ടല്ലോ. മിക്കവാറും മനുഷ്യർ ധർമാർത്ഥ കാമങ്ങളെ നേടാൻ കൊതിച്ച് ചിന്താപരവശരായിട്ട് കഴിഞ്ഞുകൂടുന്നതായിട്ടാണല്ലോ നാം കാണുന്നത്. അങ്ങേ കണ്ടിട്ട് എല്ലാം അറിഞ്ഞ ഒരു സമർത്ഥനെ പോലെ തോന്നുന്നു. സുന്ദരൻ, അമൃതഭാഷണൻ, വിശേഷിച്ചൊന്നും ചെയ്യുന്നുമില്ല, ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. കാമ ലോഭങ്ങളുടെ തീജ്വാലകളിൽപ്പെട്ട് ജനങ്ങൾ എരിപിരി കൊള്ളുകയെന്ന അവസരത്തിലും അങ്ങ് ആനന്ദമയനായിട്ട് സഞ്ചരിക്കുന്നു. അങ്ങാകട്ടെ ഈ തീയുടെ പൊള്ളലേൽക്കാതെ മുക്തനായി കഴിയുകയും ചെയ്യും.
ഗംഗാജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ഗജവീരനെ പോലെ ഈ ആത്മാനന്ദം എങ്ങനെ അങ്ങക്ക് ലഭിച്ചു? ഒന്ന് പറഞ്ഞു തരുമോ? ഭോഗസാമഗ്രികളൊന്നും അങ്ങയുടെ ചുറ്റും കാണുന്നുമില്ല. എന്നിട്ടും ഏത് തരത്തിലുള്ള ആനന്ദമയനായിട്ടാണ്, സച്ചിത്ത ആനന്ദനായിട്ട് അങ്ങ് നടക്കുന്നത്? ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു ബ്രാഹ്മണനാണ് അവധൂതൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവധൂതൻ പിന്നെ യദു ചക്രവർത്തിയോട് പറഞ്ഞു, വിനയാന്യുതനായിക്കൊണ്ട് പൂജാഭാവത്തോടെ ചക്രവർത്തി കേട്ടുനിന്നു. രാജാവേ, എനിക്ക് അനേകം ഗുരുക്കന്മാരുണ്ട്. ഞാൻ സ്വയം ചിന്തിച്ച് അംഗീകരിച്ച ഗുരുക്കന്മാർ. അവരിൽ നിന്നും അറിയേണ്ടത് അറിഞ്ഞു. ഞാനിതാ മുക്തനായി സഞ്ചരിക്കുന്നു. ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, പ്രാവ്, പെരുമ്പാമ്പ്, സമുദ്രം, ഇയ്യാമ്പാറ്റ, തേനീച്ച, ആന, തേൻ ശേഖരിക്കുന്നവൻ, മാൻ, മത്സ്യം, പിങ്കള, ഞാറപ്പക്ഷി, ശിശു, കുമാരി, അമ്പുണ്ടാക്കുന്നവൻ, സർപ്പം, ചിലന്തി, പട്ടുനൂൽ പുഴു എന്നീ 24 പേരാണ് എൻ്റെ ഗുരുക്കന്മാർ. ഈ ഗുരുക്കന്മാരിൽ കൂടിയാണ് ഞാൻ മോക്ഷമാർഗം കണ്ടെത്തിയത്. ഇവരിൽ ഓരോരുത്തരിൽ നിന്നും ഞാൻ എങ്ങനെ എന്തൊക്കെ പഠിച്ചു എന്ന് കേട്ടുകൊള്ളുക എന്ന് രാജാവിനോട് പറഞ്ഞു. അപ്പൊ 24 ഗുരുക്കന്മാരാണ് അവധൂത ഗീത എന്നറിയപ്പെടുന്നത്. നമ്മൾ ഭാഗവതം പറഞ്ഞപ്പോഴൊക്കെ അത് ചിന്തിച്ചിട്ടുള്ളതാണ്. ഈ അവധൂത ഗീത ഇവിടെ താത്വികമായിട്ട് ചിന്തിച്ച് കേൾക്കുമ്പോൾ കുറച്ച് നമുക്ക് കട്ടിയായിട്ട് തോന്നും. കാരണം അതുപോലെ ഒരു ആത്മബോധമുള്ള മഹാത്മാവാണ് ഇത് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പം മനസ്സിലാകാത്തത് കൊണ്ട് ബോറടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് ചുറ്റും ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്നതും കേൾക്കുന്നതും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതും തൊട്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് അനുഭവയോഗ്യമാക്കുന്നു, അതൊക്കെയാണ് സാക്ഷാത്കാരം. ആ അനുഭവത്തിലേക്ക് എത്തുമ്പം അതൊക്കെ ഗുരുക്കന്മാരായിട്ട് മാറും. നമ്മൾ ഏത് ജീവജാലങ്ങളോ സസ്യലതാദികളോ ഏതെങ്കിലും തരത്തിൽ നമുക്കിത് ഈ പറയുന്ന 24 ഘടകങ്ങളാണ് നമ്മുടെ ശരീരത്തുള്ളതെങ്കിൽ ഈ 24 തരത്തിലുള്ള ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിന് നമുക്ക് ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മുടെ അനുഭവയോഗ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളായിക്കോട്ടെ, ഈ സസ്യലതാദികളായിക്കോട്ടെ, പക്ഷി മൃഗാദികളായിക്കോട്ടെ, നമ്മൾ ആ കടമ്പകളൊക്കെ കടന്ന് ജനിച്ച് ആസുരീ സമ്പത്തും ദൈവിക സമ്പത്തും 50-50% ആയി നിൽക്കുന്ന ഒരു ആത്മാവിനാണ് മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നതെങ്കിൽ ഇതിനെയൊക്കെ താരതമ്യം ചെയ്ത് പഠിച്ച് സാക്ഷാത്കരിച്ച് അതിനുള്ള ശക്തിയും ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശേഷബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാനും ജീവിതത്തെ പ്രയോജനപ്പെടുത്താനുള്ള കഴിവൊക്കെ മനുഷ്യ ജന്മത്തിൽ ഭഗവാൻ നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ലോകം നശിക്കുന്നതാണ്, ജഡമാണ് എന്ന് പറഞ്ഞാലും അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ടെന്ന്. ഈ ദൃശ്യപ്രപഞ്ചം എന്തിനാണ് ഭഗവാൻ സൃഷ്ടിച്ച് നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ ശരീരത്തെ പോലും നിലനിർത്താൻ ഉതകുന്നത് ആവശ്യമായ പോഷിപ്പിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങളായിട്ടൊക്കെ നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ ചന്ദ്രന്റെ ശക്തി തന്നെ ഉത്തരഗീത പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ചന്ദ്രന്റെ ശക്തി തന്നെ ഈ അമാവാസിയും പൗർണമിയും ഒക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ ഉള്ള ജീവജാലങ്ങളുടെ ശരീരങ്ങളെ പോഷിപ്പിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊന്നും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചാൽ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. ആ ശരീരത്തിലൂടെ വേണം ഇതിനെയൊക്കെ സാക്ഷാത്കരിക്കാൻ. ഇതിനെയൊക്കെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ഈ 24 ഘടകങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 24 ഗുരുക്കന്മാരാണ് ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ നിർമ്മിതിക്ക് പോലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവരിൽ നിന്നുള്ള ശക്തികളാണ് കടഞ്ഞെടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഇതാണ് യുക്തി വിചാരം ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ 24 ഘടകങ്ങൾ നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ ഈ പറയുന്ന 24 ഗുരുക്കന്മാരുടെ ശക്തിയാണ് നമ്മളിലും സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഓരോന്നിനെയും കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് പലതും പഠിക്കാനുണ്ടെന്നാണ് അവധൂതൻ പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട്, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ടോട്ടലി ഇതിനൊക്കെ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അത് തന്നെയാണ് വിശേഷ ബുദ്ധി.
അത് ഭഗവാന്റെ അനുഗ്രഹം കൂടെ വേണം. അപ്പോഴേ ആ ദൃഷ്ടിയോടുകൂടി, ഇല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇതിനൊക്കെ സമീപിക്കുമ്പോഴാണ് നമുക്ക് എന്ത് അനുഭവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷം ഉണ്ടായാൽ, ആ ഏത് തരത്തിലുള്ള അനുഭവം ഉണ്ടായാലും വേണ്ടില്ല, നമുക്ക് അനുകൂലമോ പ്രതികൂലമായാലും വേണ്ടില്ല, അതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നതാക്കി മാറ്റണം. അതിലൊക്കെ പോസിറ്റീവിനെ കാണണം. എന്ത് സംഭവിച്ചാലും അതൊക്കെ നല്ലതിനാണ്, നമ്മളെ യഥാർത്ഥ മാർഗത്തിലേക്ക് തിരിച്ചറിയിക്കാനാണ്. നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ നമുക്ക് ചിലപ്പം മറ്റുള്ളവരുടെ ഇടപെടുമ്പോൾ പലതരത്തിലുള്ള അനുഭവം ഉണ്ടായാൽ അതിനെയൊക്കെ ഗുരുത്വമായിട്ട് നമ്മൾക്ക് സ്വീകരിക്കണം എന്നർത്ഥം. അത് സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും നമുക്കത് ശ്രേഷ്ഠമായ മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് ഭാവനയിൽ സ്വീകരിക്കണം. അതാണ് യഥാർത്ഥ സാക്ഷാത്കാരത്തിലേക്കുള്ള പുറപ്പാട്. അത് സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. അടുത്ത ദിവസത്തിൽ അവധൂത ഗീത 24 ഗുരുക്കന്മാരെ പറ്റി ഒന്നൊന്നായിട്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായനമാർഗേണ മഹിമഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.